ഹലോ, അസ്സലാമലൈക്കും, നമസ്കാരം. എന്താണ് വിശേഷമൊക്കെ? നമ്മൾ ചിലവർക്കൊക്കെ അത്താഴത്തിന് എന്തായാലും ചോറ് നിർബന്ധമുള്ളവരുണ്ട്. അപ്പോൾ അവർക്ക് വേണ്ടൊരു കറിയാണ് കേട്ടോ. ഞാൻ ആ കൂട്ടത്തിലല്ല, എനിക്ക് പഴം മതി. ഞാൻ അത്താഴത്തിന് പഴമാണ് കഴിക്കുക, അല്ലെങ്കിൽ എന്തെങ്കിലും കിച്ചടി അങ്ങനെ എന്തെങ്കിലും ഉണ്ടാക്കിയിട്ട് അത് മാത്രമേ കഴിക്കുള്ളൂ കേട്ടോ. ഇവിടെ എൻ്റെ ഉമ്മാക്കൊക്കെ അത്താഴത്തിന് ചോറ് നിർബന്ധമാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് താളിപ്പാണല്ലോ നമ്മൾ കൂടുതലായിട്ട് ഉണ്ടാക്കുക, അല്ലാതെ വേറെ മീൻകറിയൊക്കെ ഉണ്ടാക്കിയാൽ അങ്ങനെ ചിലവായി പോവില്ലല്ലോ. അപ്പോൾ ഇന്ന് ഞാൻ ഉണക്കമീൻ കൊണ്ടൊരു താളിപ്പാണ് കേട്ടോ. അപ്പോൾ അത് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ്. പിന്നെ അടിപൊളിയാണ് കേട്ടോ. നമുക്ക് അത്താഴത്തിനൊക്കെ ഇങ്ങനെ ഒരു ആ ഉറക്കത്തിൽ നിന്ന് എണീറ്റ് നമുക്ക് കഴിക്കാനൊന്നും തോന്നില്ലല്ലോ. അപ്പോൾ കുറച്ച് പുളിയിലും കുറച്ച് ചൊടിയിലൊക്കെ ഒരു കറി കൂട്ടുക എന്ന് പറയുമ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതാണല്ലോ. അപ്പോൾ അതാ മാന്തളാണ് ഞാൻ എടുത്തേക്കണത്. ഞങ്ങളവിടെ മാന്തളം എന്താ പറയുക, ഉണക്ക മാന്തളാണ്. അപ്പോൾ നന്നായി കഴുകി അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതും കൂടി നമുക്കൊന്ന് അരിഞ്ഞെടുക്കണം. അപ്പോൾ മാങ്ങ, ചെറുള്ളി, പിന്നെ ഇതാ പച്ചമുളക്. അപ്പോൾ പച്ചമുളകാണ് നമ്മൾ എരിവിനായിട്ട് എടുക്കുന്നത്. അപ്പോൾ അതിനനുസരിച്ചിട്ട് മുളക് എടുക്കണം. നമുക്ക് ചീനമുളകൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ എൻ്റെ കയ്യിലില്ല. അപ്പോൾ ഞാൻ കടയിൽ നിന്ന് മേടിച്ച അങ്ങാടി മുളക് ഉണ്ടല്ലോ, പച്ചമുളക്. അപ്പോൾ അതാണ് അരിഞ്ഞ് വെച്ചേക്കുന്നത്. ഇതാ കുറച്ച് കറിവേപ്പിൻ്റെ ഇലയും പിന്നെ കഞ്ഞിവെള്ളം വേണം. അപ്പോൾ ഒരു മാങ്ങയെ കാരണം നമുക്ക് പുളി കുറവാകും. അപ്പോൾ അത് കുറച്ചും കൂടി പുളി ഇട്ട് കൊടുക്കുന്നുണ്ട്. മാങ്ങ ഒക്കെ കൂടുതലാണെങ്കിൽ മാങ്ങ ഇട്ട് കൊടുത്താൽ മതി. മാങ്ങയുടെ ആ ഒരു പുളി മതി. ഇത് പുളി കുറവാകും. അപ്പോൾ ഒരു ചെറിയൊരു മൂവാണ്ട മാങ്ങയായിരുന്നു. അപ്പോൾ അത് തൊലി കളഞ്ഞ് അത് മുറിച്ച് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ആ ചട്ടി ചൂടായപ്പോൾ അത് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ചെറുള്ളിയാണ് ഇട്ട് കൊടുക്കുന്നത്. ഒരു 10-12 ചെറുള്ളി ഉണ്ടാവും. അപ്പോൾ അത് അരിഞ്ഞ് വെച്ചതാണ്, നമ്മൾ ചെറുതാക്കി മുറിച്ച് വെച്ചതാണ്. അപ്പോൾ അതും കൂടി ഇട്ടിട്ട് ഒന്ന് വഴറ്റിയെടുക്കുക. അപ്പോൾ നിങ്ങൾ മുരിങ്ങയിലയും മത്തേലയും അതുപോലെ ചിരക്കായ ഒക്കെ കൂടിയിട്ട് താളിപ്പുണ്ടാക്കിയിട്ടുണ്ടാവില്ലേ. അപ്പോൾ ഇതുപോലെ ഉണ്ടാക്കാത്തവരാണെങ്കിൽ എന്തായാലും ഒന്ന് ഉണ്ടാക്കി നോക്കിക്കോളൂ കേട്ടോ, നമുക്ക് ഇഷ്ടമാവും. ഇനി ഉള്ളിയൊക്കെ ഒന്ന് ചെറുതായി വാടി വന്നപ്പോൾ കറിവേപ്പിൻ്റെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് പച്ചമുളകാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഈ ഒരു കറിയിൽ മുളക് പൊടി ഇടണില്ല കേട്ടോ. മുളക് പൊടി മല്ലിപ്പൊടി അങ്ങനെ ഒരു പൊടികളും ഇല്ല, താളിപ്പാണല്ലോ. അപ്പോൾ നമ്മൾ പച്ചമുളകിലാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഞാൻ മുന്നേ പറഞ്ഞ പോലെ നമുക്ക് എത്ര എരിവ് വേണം അതിനനുസരിച്ചിട്ട് പച്ചമുളക് ഇട്ട് കൊടുക്കുക. പിന്നെ മുളകിൻ്റെ എരിവ് അനുസരിച്ചിട്ട് ഇട്ട് കൊടുക്കാമല്ലോ. അപ്പോൾ അത് കാരണമാണ് പച്ചമുളകിൻ്റെ എണ്ണൊന്നും പറയാത്തത്. ഞാൻ കുറച്ചധികം മുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ആ മുളകും കൂടി ഒന്ന് വാടി വരട്ടെ, അതുവരെ ഒന്ന് ഇളക്കി കൊടുക്കുക. അധികം പണിയൊന്നും ഇല്ല കേട്ടോ. നമുക്ക് അത്താഴത്തിന് എണീറ്റിട്ട് തന്നെ ഇത് ഉണ്ടാക്കിയാൽ മതി. മുന്നേ ഉണ്ടാക്കി വെച്ചാൽ ഇങ്ങനെ കട്ട കുത്തും. കഞ്ഞിവെള്ളമാണല്ലോ, ഒന്നും കൂടി കട്ടിയാവും. അപ്പോൾ അതിനെക്കാട്ടി നല്ലത് നമ്മൾ അത്താഴത്തിന് എണീക്കുമ്പോൾ അല്ലെങ്കിൽ രാത്രി കിടക്കുന്ന സമയത്ത് ഉണ്ടാക്കി വെച്ചാലും മതി. ഇനി ഇതിലേക്ക് നമ്മൾ പൊടികളായിട്ട് ഇട്ട് കൊടുക്കുന്നത് മഞ്ഞൾപ്പൊടിയാണ്. ചെറിയൊരു കളറിന് വേണ്ടിയിട്ട് മാത്രമാണ് കേട്ടോ നമ്മൾ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ അത് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്ത് ഇനി അതൊന്നും കൂടി ഒന്ന് വഴറ്റിയെടുക്കുക. ഇനി ഇതിലേക്ക് നിങ്ങൾക്ക് വേണമെങ്കിൽ 2-3 വെണ്ടക്കയും കൂടി മുറിച്ചിട്ട് ഈ ഒരു സമയത്ത് വഴറ്റിയിട്ട് ഇടാം കേട്ടോ. അപ്പോൾ ഞാൻ വെണ്ടക്കൊന്നും ഇടുന്നില്ല, ഞാൻ ഉണക്ക മാന്തൾ മാത്രം ആക്കിയിട്ടാണ് കറി വെക്കണത്. ഇനി ഇതിലേക്ക് ആവശ്യത്തിലുള്ള പുളിയും കൂടി നമ്മൾ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി മാങ്ങ ഇല്ലെങ്കിൽ നിങ്ങൾ പുളിയുടെ അളവ് കുറച്ചും കൂടി കൂട്ടിക്കോളട്ടെ. ഇത് കുറച്ച് പുളി മുൻതൂക്കം നിൽക്കുന്ന ഒരു കറിയാണ്. അപ്പോൾ അത് കാരണം നമുക്ക് കുറച്ചധികം പുളി തന്നെ വേണം. അപ്പോൾ ഞാൻ മാങ്ങയുള്ള കാരണമാണ് കുറച്ച് പുളി ഇട്ട് കൊടുത്തേക്കുന്നത്. ഇനി ഒരു ആ മാങ്ങയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതൊന്ന് തിളക്കട്ടെ. അപ്പോൾ തിളക്കണ നമുക്ക് നോക്കാം. എന്നിട്ട് അതിൻ്റെ ശേഷമാണ് നമ്മൾ കഞ്ഞിവെള്ളം ഒഴിച്ച് കൊടുക്കുന്നത്. ഈ ഒരു കറി നമുക്ക് മാന്തൾ മാത്രം വെച്ചിട്ടല്ല കേട്ടോ, ഏത് ഉണക്കമീൻ വേണമെങ്കിലും വെച്ചിട്ട് ഉണ്ടാക്കിയെടുക്കാം. പക്ഷെ മാന്തളാകുമ്പോൾ ഒന്നും കൂടി ടേസ്റ്റ് കൂടുതലാണ്. അത് കാരണമാണ് ഞാൻ മാന്തളം എടുത്തത്. ഇനിയിപ്പോൾ ആ കറിയൊക്കെ തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ അത് കഞ്ഞിവെള്ളം ഒഴിച്ച് കൊടുക്കുക. തെളി ഒഴിച്ച് കൊടുത്താൽ മതി, തടി ഒഴിച്ച് കൊടുക്കണ്ട. അപ്പോൾ നമ്മൾ കഞ്ഞിവെള്ളം അതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് എത്ര ചാറ് വേണം അതിനനുസരിച്ചിട്ട് കഞ്ഞിവെള്ളം ഒഴിച്ച് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഞാൻ കഞ്ഞിവെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ അടി മാറ്റി വെച്ചിട്ട് ബാക്കിയുള്ളത് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി വെള്ളം കുറവാണ് വിചാരിച്ചിട്ട് കുറച്ചും കൂടി ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ ഇതിലേക്ക് ഞാനിപ്പോൾ മീനിട്ട് കൊടുക്കണില്ല, ഒന്ന് നന്നായി തിളച്ച് വരട്ടെ, എന്നിട്ടാണ് മീനിട്ട് കൊടുക്കണുള്ളൂ. മാന്തളിന് വേഗം വേവണതല്ലേ, 1-2 തിളച്ചാൽ തന്നെ വെന്ത് വരുമല്ലോ. അപ്പോൾ മുന്നിട്ട് കൊടുക്കണില്ല. ഇനി ഒന്ന് അടച്ച് വെച്ചിട്ട് കുറച്ച് നേരം കഴിഞ്ഞതിൻ്റെ ശേഷമാണ് കേട്ടോ തുറക്കണത്. ആ മാങ്ങൊക്കെ വെന്ത് വന്നോട്ടെ, പുളിയൊക്കെ എല്ലായിടത്തേക്കും ഒന്ന് പിടിച്ചോട്ടെ, പുളി മുളകൊക്കെ പിടിച്ചോട്ടെ. ഇനി ഇതിലേക്ക് നമുക്ക് ആ മാന്തളം കൂടി ഇട്ട് കൊടുക്കുക. അപ്പോൾ നമ്മൾ ഇതുവരെയായിട്ട് ഉപ്പിട്ട് കൊടുത്തിട്ടില്ല കേട്ടോ, മാന്തളം ഇട്ട് കൊടുക്കണുണ്ട്. അപ്പോൾ മാന്തളമൊക്കെ കഴുകി വൃത്തിയാക്കി വെച്ചതാണ്. അപ്പോൾ നിങ്ങളവിടെ ഈ ഒരു മീനിന് എന്താ പേര് പറയാമെന്നും കൂടി ഒന്ന് കമൻറ്റിൽ പറയണേ. ഞങ്ങളവിടെ ഉണക്ക മാന്തളാണ് കേട്ടോ, മാന്തൾ എന്നാണ് ഞങ്ങളവിടെ പറയുക. അപ്പോൾ നിങ്ങളവിടെ എന്താ പേര് എന്നുള്ളത് ഒന്ന് പറയണം കേട്ടോ. അപ്പോൾ നമ്മൾ കറിയിലേക്ക് ആ മാന്തളമൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ചെറുതായിട്ടൊക്കെ ഇളക്കിയതിൻ്റെ ശേഷം ഒന്നോ രണ്ടോ തളയും കൂടി വന്നോട്ടെ. അപ്പോൾ ഞാൻ മാങ്ങ വെന്തുണ്ടോ നോക്കുകയാണ് കേട്ടോ, അത് കയ്യിൽ വെച്ചിട്ടൊന്ന് കുത്തി നോക്കിയതാണ്. മാങ്ങയൊക്കെ വേവായി വന്നിട്ടുണ്ട്. അപ്പോൾ ഈ കറിയൊക്കെ പണ്ടുള്ളവർ വെച്ചിരുന്നതാണ് ഇത്ര അത്താഴത്തിന്. നമുക്കല്ലേ ഇപ്പോൾ കുറേ സാധനങ്ങളുള്ളത്, നമുക്ക് എന്ത് വേണമെങ്കിലും കഴിക്കാം. പണ്ടുള്ളവർക്കൊന്നും അങ്ങനെയൊന്നും ഉണ്ടാവില്ലല്ലോ. അപ്പോൾ അവർക്ക് നല്ല ചൊടിയിലും പിന്നെ ആ ഒരു സമയത്ത് കഴിക്കാൻ പറ്റിയതൊക്കെ ആയിട്ട് ഇങ്ങനത്തെ കറികളാണ് അത്ര ഇഷ്ടം. അപ്പോൾ ഇപ്പോഴും ഇഷ്ടമുള്ളവരുണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഐഷാത്തൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ ഐഷാത്തൊക്കെ സ്ഥിരമായിട്ട് ഉണ്ടാക്കുന്നതാണ് പുളിയും കറിയൊക്കെ. അപ്പോൾ അവരുടെ വീട്ടിലൊക്കെ ഉണ്ടാവും കേട്ടോ. ഐഷാത്ത പല സൈസിലും ഉണക്കമീൻ കറി ഉണ്ടാക്കും. അപ്പോൾ സത്യം പറയുകയാണെങ്കിൽ എനിക്ക് ഉണക്കമീൻ കറീനോട് അങ്ങനെ വലിയ ഇഷ്ടമൊന്നുമില്ല കേട്ടോ. പിന്നെ വല്ലപ്പോഴും കൂട്ടും അങ്ങനെയുള്ള. പക്ഷേ ഈ ഒരു കറി നല്ലതാണ്. അപ്പോൾ നിങ്ങൾ ധൈര്യമായിട്ട് ഉണ്ടാക്കിക്കോളൂ. അപ്പോൾ അത് നമ്മുടെ കറിയൊക്കെ നമ്മൾ സ്റ്റൗവൊക്കെ ഓഫാക്കിയതിൻ്റെ ശേഷം ചട്ടിയിലിരുന്നിട്ടൊന്ന് വറ്റി വരില്ല, അതുപോലെ വറ്റി വന്നതാണ് കേട്ടോ. ഇനിയിപ്പോൾ ഒരു പാത്രത്തിലേക്ക് വിളമ്പിയിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ നമ്മൾ ആ ഒരു ഇതിൽ നിർത്തിയാലാണ് നമുക്ക് ഇതുപോലെ
ഇത്രയും കട്ടിയായിട്ട് കിട്ടുള്ളൂ. നമ്മൾ കട്ടിയൊക്കെ വേണമെങ്കിൽ ശരിക്കും അപ്പം പോലെ മുറിച്ചെടുക്കേണ്ടി വരും. കഞ്ഞിവെള്ളമാണല്ലോ നല്ല കട്ടിയാവുമല്ലോ. അപ്പോൾ കുറച്ച് ലൂസിൽ തന്നെ നമ്മളതൊന്ന് സ്റ്റൗ ഓഫാക്കി വെക്കണം. പിന്നെ മൺചട്ടി ആയി കാരണം അതിലിരുന്നിട്ട് വറ്റി വരും. അപ്പോൾ ഇത്രയേ ഉള്ളൂ മീൻകറി. അപ്പോൾ ഇൻഷാ അല്ലാഹ് നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം.